DJ ട്രാവൽ ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ മെയ് 14 രേഷുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതാണ്. ഞാൻ മാത്രമല്ല, നമ്മുടെ ജോജോ ബ്രോ ഉണ്ട്. പുള്ളി ഇപ്പോൾ താഴേക്ക് വരും. അപ്പം പുള്ളിയോട് വന്നിട്ട് ഒന്നിച്ച് പോയി മേടിക്കാനുള്ള പ്ലാനാണ്. ഇത് ഞങ്ങളുടെ അണ്ടർഗ്രൗണ്ട് കാർ പാർക്കിംഗ് ആണ്. ഇത് ഡബ്ലിൻ സിറ്റിയാണ്. അപ്പം നമുക്കിവിടെ കൊണ്ട് കാറ് പാർക്ക് ചെയ്തിട്ട് നമുക്കിവിടെ നിന്ന് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കാമെന്നുള്ള പ്ലാനിലാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരോട് ഇവിടെയുള്ള കട മൊത്തം കയറി. ഞങ്ങൾക്ക് ആ കൺഫ്യൂഷനായി എന്ത് മേടിക്കണമെന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾ 2-3 ഷോപ്പിടെ കയറി നോക്കിയിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യാമെന്നുള്ള കാര്യം നടക്കുക. അതേ കണ്ടില്ലേ, പെട്ടെന്നാണ് ഇവിടെ മഴയായത്. ഇപ്പം ഇത്രയും നേരം വെയിലായിരുന്നു, പെട്ടെന്നാണ് മഴയായത്. അങ്ങനെ തെരച്ചിലിനൊടുവിൽ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് വീഡിയോയുടെ ലാസ്റ്റിൽ കാണിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കമൻറ്റിലിടണേ എന്താ ഐറ്റം വന്ന്. ഇന്ന് മെയ് 14, ഇന്നാണ് രേഷുവിൻ്റെ ബർത്ത്ഡേ. അപ്പം നമ്മൾ ഇന്നലെ സാധനമൊക്കെ മേടിക്കാൻ പോയത് കണ്ടില്ലേ. ഇന്നിപ്പോൾ ഞാൻ കേക്ക് മേടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കേക്ക് മേടിച്ചിട്ട് വൈകിട്ട് ഞങ്ങളെല്ലാം കൂടെ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ കേക്ക് മേടിക്കാൻ വേണ്ടി നമുക്ക് പോകാം. ഞങ്ങൾ ഇന്നലെയാണ് ഈ കേക്ക് മേടിക്കാൻ വേണ്ടി 2-3 കടയിൽ കയറിയായിരുന്നു. പക്ഷേ അവരാരും ബുക്കിംഗ് എടുത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞ് ബുക്കിംഗ് ഈ ആഴ്ചത്തെ ഫുള്ളായെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തില്ല. അപ്പം അവർ പറഞ്ഞ് കുറച്ച് കേക്കുകൾ എല്ലാ ദിവസവും വരും. അപ്പോൾ അതിനകത്തുനിന്ന് നിങ്ങൾ സെലക്റ്റഡായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അത് എടുത്താൽ മതി. അപ്പോൾ അത് വെച്ചിട്ട് ഞാനിപ്പോൾ ഇന്നലെ ഈ കട വന്നു. അപ്പോൾ ഇന്ന് ഇങ്ങോട്ട് തന്നെ വന്നു. ഇവിടുന്ന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എടുക്കാമെന്നുള്ള രീതിയിൽ. അവിടെ ആകെ 2 കേക്കേ ഉള്ളൂ. അത് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടിപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോവാം. അവിടെ പോയി നമുക്ക് കേക്ക് വേറെ ഇവിടുന്ന് ഒരു ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ പോയി നമുക്ക് വേറെ കേക്ക് ഉണ്ടോ നോക്കാം. ഞാനങ്ങനെ ബ്ലാക്ക് സ്റ്റോണിൽ വന്ന് കേക്ക് മേടിക്കാൻ. ഇവിടെ വന്ന് ഒരു അരമണിക്കൂറോളം പാർക്കിങ്ങിന് വേണ്ടി കിടന്ന് കറങ്ങി. വീക്കെൻഡ് ആയതുകൊണ്ട് പൊതുവെ എല്ലാവരും നല്ല തിരക്കാണ്. അപ്പോൾ അത് വെച്ച് ആ പാർക്കിംഗ് ഒന്നും കിട്ടാഞ്ഞത്. ഞാനിപ്പോൾ 1/4 മണിക്കൂറോളം കിടന്ന് കറങ്ങിയിട്ട പാർക്കിംഗ് കിട്ടിയത്. ഈ മാനിങ്സ് എന്ന് പറഞ്ഞ കട ഇവിടുത്തെ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ളൊരു കടയാണ്. ഇവിടുത്തെ ക്യൂ ആയി, ഇപ്പം കേക്ക് മേടിക്കാനുള്ള ക്യൂ ആയി കാണുന്നത്. ഇവിടെ വന്ന് ഞാൻ ആകെ കൺഫ്യൂസ് ആയിപ്പോയി. കാര്യം ഇത്രയും കേക്കിനകത്ത് അവർ പറഞ്ഞ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തോളാൻ. അവസാനം ഞാൻ ഈ കാണുന്ന ഇതങ്ങ് സെലക്ട് ചെയ്തു. ഞാൻ കേക്കൊക്കെ വാങ്ങിയതായിരിക്കുന്നു കണ്ടില്ലേ. ചോക്ലേറ്റ് ട്രീ എന്ന് പറഞ്ഞൊരു മോഡലാണ് വാങ്ങിയത്. ചോക്ലേറ്റ് ട്രീ എന്ന് പറയുന്ന മോഡൽ. അപ്പം ഞാൻ ഇവിടുന്ന് എനിക്കിവിടുന്ന് ഒരു 1/2 മണിക്കൂർ യാത്രയുണ്ട് ഇവിടുന്ന് വീട് വരെ. ഇത് കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് വൈകിട്ട് മുഴിപ്പിക്കാം. വീടിൻ്റെ അടുത്ത് വരെ എത്താറായപ്പോഴാണ് ഒരു കാര്യം മറന്നുപോയി. ബലൂണും കുറച്ച് സാമഗ്രികളും മറന്നുപോയി. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി തിരിച്ച് പിന്നെയും വന്നു. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് കുറച്ച് സാമഗ്രികൾ മേടിച്ചിട്ട് നേരെ പോവാം.
കുറച്ച് സാധനങ്ങൾ ഞാൻ ഇവിടുന്ന് എടുത്തു. ഇത് ബില്ല് ചെയ്ത് ഇത് കൊണ്ടുപോകാം. വീട്ടിൽ ഇരുന്ന് ഞാൻ കേക്ക് മേടിച്ചില്ലെന്ന് പറഞ്ഞ് കപ്പ് കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. എന്നിട്ട് അത് കുത്തി വെക്കാൻ ബലൂണും വേണമെന്ന് പറഞ്ഞിട്ട് തപ്പ. ഞാൻ പറഞ്ഞ ഈ വട്ടം ബർത്ത്ഡേ ഒന്നും വേണ്ടെന്ന് പറഞ്ഞതിന് ഇപ്പോൾ പുറത്തോട്ട് കൊണ്ടുവന്നതാണ്. കപ്പ് കേക്ക് മേടിച്ച് തരാമോയെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ അത് മറ്റേതിനെ പറ്റിയൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ കപ്പ് കേക്ക് മേടിച്ച് തരാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നേക്കും. ഞങ്ങളെല്ലാവരും രേഷ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. 2 പ്രാവശ്യം ഞങ്ങൾ ഓൾറെഡി സീറ്റിൽ പോയി. 3ാമത്തെ കോൾ ബെല്ലിന് വേണ്ടി ഞങ്ങൾ വീണ്ടും വെയിറ്റ് ചെയ്യുകയാണ്. മാത്രമേ ഉള്ളൂ. बर्थडे वाला सॉन्ग जोर जोर से गवाते हो, हमसे ताली शाली का हजाम मत करवाते हो। ये सब नौटंकी फिर भी चलो झेल लें, केक शेक और स्टार्टर्स भर भर के आए प्लेट में। घर जाके फिर से डिनर न मंगवाना हो, चूहे ना दौड़े पेट में रात के 1:45। हैप्पी बर्थडे टू यू जी, सोच समझ के इनवाइट भिजवाओ जी। अगर पेट पूजा का फुल इंतजाम है तो ही न्योता कंसीडर करेंगे जी। हैप्पी बर्थडे टू यू कह दिया है जी, तुम और भी बुढ़े हो गए ओ तेरी। दिल छोटा ना करो, उम्र का है क्या, बाल झड़ेंगे दांत गिरेंगे वैसे ही। देखो कोई पुराना गिफ्ट हम जो ढूंढ पाए, एक्सपेक्ट तभी करना हम कुछ हाथ में लेकर आए। यू आर ऑन माई फ्रेंड लिस्ट, ये नहीं मजाक है, हम टाइम निकाल के आ गए तो बड़ी बात है। वैसे सच बताओ तुम अब कितने साल के हुए, हमको क्या पड़ी है हम किसी को ना बताएं। मुंह ना बिगाड़ो आज तुम्हारा बर्थडे है, तुम अकेले हो नहीं यहाँ और भी बुढ़े हैं। सोच सोच के और बीपी ना बढ़ाओ, सिंग हैप्पी बर्थडे टू मी। 32 चमका के चिल्ला कर गाओ, हैप्पी बर्थडे टू मी। अब पैसे वैसे खर्चे हो और केक भी मंगवाए हो, तो पार्टी खत्म होने के बाद सर पटकना जी। हैप्पी बर्थडे टू यू जी, कैसी लगी तुमको मेरी फिलॉसफी। മധുരം കൊള്ളാം തോന്നല്ലേ? നല്ല മധുരമുണ്ട്. ഗിഫ്റ്റ് വേണം. എനിക്ക് മൊബൈല് എനിക്ക് അയ്യോ അതിനകത്ത് കടിക്കുക
Biryani is telling. The iPhone, yeah. Open it. കാണിക്ക് കാണിക്ക് ഓപ്പൺ ആയി Thank you. ഓപ്പൺ ആയി Open it. 30 Pro Max ആ. Biryani open ചെയ്യാൻ open ആ. ഓപ്പൺ ചെയ്യ് നോക്കട്ടെ ആന്റി ഓപ്പൺ ചെയ്ത് ഇത് open ചെയ്തോ? തലയിലായിട്ട് മറിഞ്ഞ ഫോൺ താഴെ കേട്ടോ. Oh my god, it's not an earring biryani, it's a perfume. ഞാൻ ചേച്ചി iPhone Biryani.